ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ വെണ്ടക്കായ വെച്ച് നല്ല നാടൻ രീതിയിൽ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ അടിപൊളി ഒരു സാമ്പാർ റെഡിയാക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ, ഇഡ്ഡലിയുടെയും ദോശയുടെയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വെണ്ടക്കായ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വാഷ് ചെയ്ത ശേഷം നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെണ്ടക്കായ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 400 ഗ്രാംസ് വെണ്ടക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. വാഷ് ചെയ്ത് വെള്ളം നന്നായി തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് 20ഓളം ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ സവാളയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ ചുവന്നുള്ളി ചേർത്ത് ഫ്രൈ ചെയ്ത് സാമ്പാറിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് രണ്ടും കൂടെ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കും. വെണ്ടക്കായെല്ലാം നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതേ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിനി നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക്, 1 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ സാമ്പാർ പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങയെല്ലാം കളർ മാറി നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇത് രണ്ടും കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിതിലോട്ട് ഒട്ടും തന്നെ സാമ്പാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സാമ്പാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു സാമ്പാർ കഴിക്കാനായിട്ട്. അധികം വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും വെണ്ടക്കായും ചുവന്നുള്ളിയും എല്ലാം ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തന്നെ ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. പരിപ്പെല്ലാം വെന്തതിന് ശേഷം ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പരിപ്പെല്ലാം ഇതുപോലെ നന്നായി തന്നെ വെന്ത് വരണം. ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കായയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ടക്കായ എല്ലാം ഓൾറെഡി വെന്തതായതുകൊണ്ട്
എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും അരപ്പെല്ലാം വെണ്ടക്കായയിൽ നന്നായി പിടിച്ചു വന്ന് തക്കാളിയെല്ലാം കുക്കായി വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. സാമ്പാറെല്ലാം നന്നായി തിളച്ച് വെണ്ടക്കായയിലെല്ലാം അരപ്പെല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറൊന്ന് താളിച്ചെടുക്കാം. സാമ്പാർ താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് അല്പം വേപ്പിലയും 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെണ്ടക്കായ സാമ്പാർ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ വെണ്ടക്കായ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.